മുഅ്മിനീങ്ങളും വളരെയേറെ പ്രതീക്ഷയോടെ കാത്തുനിന്നു. ആ മാസം വന്നപ്പോൾ വളരെയേറെ സന്തോഷത്തോടുകൂടെ സ്വീകരിച്ചു. വിശുദ്ധ റബീഉൽ ഹബീബായ തങ്ങളുടെ മദ്ഹിലും അബദാനങ്ങളിലും പ്രകീർത്തനങ്ങളിലും അവിടുത്തെ മദ്ഹുകളിലും വിശ്വാസികൾ ലയിച്ചുകൊണ്ടിരിക്കുന്ന സമയം. ഓരോ വർഷവും റബീഉൽ അവ്വൽ കടന്നു വരുമ്പോൾ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം ഒന്നുകൂടി പുനരാവർത്തി വായിക്കപ്പെടുകയാണ്. അവിടുത്തെ സൗന്ദര്യം സ്മരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അവിടുത്തെ സ്വഭാവ മഹിമ പൊതുസമൂഹങ്ങളിൽ ഇതര മതസ്ഥർക്ക് പോലും വ്യക്തമാകുന്ന രൂപത്തിൽ ചർവണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ റഹ്മത്തുല്ലിൽ ആലമീൻ ലോകർക്ക് അനുഗ്രഹീതമായി ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വം വർദ്ധിക്കാൻ, നമ്മുടെ ഖൽബിൽ അവിടുത്തോടുള്ള മഹബ്ബത്ത് വർദ്ധിക്കാൻ ഓരോ റബീഉൽ അവ്വലും കാരണമാകുന്നു എന്നുള്ളത് തീർച്ചയാണ്. ഓരോ വിശ്വാസികളും 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള റബീഉൽ അവ്വലിലേക്ക് ഖൽബ് തിരിച്ച് അവിടുത്തെ വിലാദത്ത്, അത്ഭുതം നിറഞ്ഞ വിലാദത്തും അവിടുത്തെ ത്യാഗപൂർണമായ ജീവിതവും സംഭവ ബഹുലമായ ചരിത്രങ്ങളും ഈമാൻ വർദ്ധിപ്പിക്കുന്ന ഇന്ധനങ്ങളാണ് എന്ന് പ്രത്യേകം പറയേണ്ടതിന്റെ ആവശ്യം ഇല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളായ നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ ഹയാത്ത് നമുക്ക് ഖൈറാണ്. ഹയാത്തി ഖൈറുൽ ലക്കും. അവിടുത്തെ വഫാത്തും നമുക്ക് ഖൈറാണ്. വമമാതി ഖൈറുൽ ലക്കും. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പരിചയപ്പെടുത്തുന്നുണ്ട്, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. മുഅ്മിനീങ്ങൾക്ക് ആ മനുഷ്യരിൽ നിന്ന് തന്നെ അല്ലാഹു തആല അയച്ച ലോകത്തിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠരായ സൃഷ്ടി ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിഅമത്താണ് എന്ന് വിശുദ്ധമായ ഖുർആനാണ് നമ്മോട് പഠിപ്പിക്കുന്നത്. ഹബീബായ തങ്ങളെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പറയുന്നത്, ഹബീബായ തങ്ങൾ ഷാഹിദാണ്, മുബശ്ശിറാണ്, നദീറാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവിടുന്ന് കാണുന്നുണ്ട്. നമ്മുടെ ഖിദ്മത്തുകൾ, സേവനങ്ങൾ അവിടുന്ന് ദർശിക്കുന്നുണ്ട്. ഈ ജില്ലയിൽ അഭിമാനമായി വളരെയേറെ നല്ല നിലക്ക് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടുന്ന് കാണുന്നുണ്ട്. എന്റെ ഉമ്മത്തിന്റെ അമലുകളിലേക്ക് കണിക്കപ്പെടുമെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ആ രൂപത്തിൽ ഈ സ്ഥാപനത്തിന്റെ വലിയ ഖിദ്മത്ത്, ഇൽമിന് വേണ്ടിയുള്ള ഖിദ്മത്ത് അവിടുന്ന് കാണുന്നുണ്ട്. വിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വരുമ്പോ ആ മാസത്തിനെ നല്ലപോലെ സ്വീകരിച്ച് നല്ലപോലെ മദ്ഹിന്റെ വേദി ഒരുക്കി ഹബീബായ തങ്ങളെ മദ്ഹിലും അവദാനത്തിലും ധന്യമാകുന്ന ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റം അവിടുത്തെ തിരുനോട്ടം കൊണ്ട് അനുഗ്രഹീതമാണ് എന്ന് നമുക്ക് ഊഹിക്കാം. ആ രൂപത്തിൽ അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ഓ നബിയേ, നിങ്ങളെ ഞാൻ ഈ ഉമ്മത്തിലേക്ക് ഷാഹിദായിട്ട് എല്ലാ കർമ്മങ്ങൾക്കും മുഅ്മിനീങ്ങളുടെ ആ സ്വാലിഹീങ്ങളുടെ അങ്ങയുടെ ഉമ്മത്തിന്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയായിട്ടാണ് അങ്ങയെ ഞാൻ അവതരിപ്പിച്ചത്. വമുബശ്ശിറൻ വനദീറാ. ആ മുഅ്മിനീങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും സന്തോഷ വാർത്ത അറിയിക്കാൻ, മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് അങ്ങയെ നാം നിയോഗിച്ചത് എന്ന് അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിക്കണം,
ആദരിക്കണമെന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ വ്യക്തമായി നമുക്ക് പറയുന്നത് കാണാം. ഹബീബായ തങ്ങൾ എന്തിനു വേണ്ടിയാണ് ഷാഹിദായി മുബശ്ശറായി നദീറായി ഈ സമുദായത്തിനിക്ക് ഈ ലോകത്തിനിക്ക് അല്ലാഹു തആല നിയോഗിച്ചത്? ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ആയത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല, ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഹബീബായ തങ്ങളെ ബഹുമാനിക്കണം, വല്ലാതെ എന്ന് ആദരിക്കണം, നല്ലോണം സ്നേഹിക്കണം. ആ ഖൽബിലുള്ള സ്നേഹം രൂഢമൂലമാകുമ്പോഴാണ്, അർത്ഥവത്തായ സ്നേഹം മദീനയുടെ രാജാവിനോട് വരുമ്പോഴാണ് നമ്മുടെ ഈമാൻ കാമിലാകുന്നത്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരുമാറാകട്ടെ. എങ്ങനെയാണ് മഹാന്മാരൊക്കെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ സ്വഹാബത്ത് സ്വീകരിച്ചത് എങ്ങനെയാണ്? അവിടുത്തെ സ്വഹാബത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടത് ഏത് രൂപത്തിലാണ് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ചരിത്രം നാം മനസ്സിലാക്കിയാൽ സ്വഹാബികൾ ഹബീബായ തങ്ങളെ സ്നേഹിച്ചത്, കണ്ടത്, ബഹുമാനിച്ചത്, ആദരിച്ചത് ഏത് രൂപത്തിലാണ് എന്ന് നാം മനസ്സിലാക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും അവരെ മഹബ്ബത്ത്. മഹാനരായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനും ഈ ഉമ്മത്തിൽ ഏറ്റവും വലിയ സ്ഥാനം കിട്ടാൻ, ഒന്നാം നമ്പർ പദവി കിട്ടാൻ എന്നല്ല, സർവ്വ മുഅ്മിനീങ്ങളുടെയും അമലുകളെക്കാളും വലിയ അമലിന്റെ കനം തൂക്കം കിട്ടാൻ, എന്തിനേറെ സ്വർഗ്ഗ കവാടത്തിലേക്ക് പ്രവേശിക്കപ്പെടുന്നവരിൽ ആദ്യ കണ്ണിയായി പ്രഖ്യാപിക്കപ്പെടാൻ സിദ്ദീഖ് തങ്ങൾക്ക് കിട്ടിയ അവസരം, ആ വലിയ സ്ഥാനം കിട്ടാൻ കാരണമുണ്ട്. മഹാന്മാർ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. ഒരുപാട് സദഖ ചെയ്തയാളാണ് സിദ്ദീഖ് തങ്ങൾ, ഒരുപാട് ഇബാദത്ത് ചെയ്തയാളാണ് സിദ്ദീഖ് തങ്ങൾ, ഖുർആൻ നിരന്തരം ഓതുന്നയാളാണ് സിദ്ദീഖ് തങ്ങൾ. ദിക്റിലൂടെ നാവ് ഹയാത്താക്കുന്ന, നാവിന് അനാവശ്യം വരുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് കല്ല് വെച്ച് നടന്ന മഹാനരാണ് സിദ്ദീഖ് തങ്ങൾ. പക്ഷേ സിദ്ദീഖ് തങ്ങൾ ഈ വലിയ സ്ഥാനം കിട്ടിയത് ദിക്ർ കൊണ്ടല്ല, ഖുർആൻ കൊണ്ടല്ല. സമ്പന്നനാണ്, എല്ലാം ദീനിനു വേണ്ടി സമർപ്പിച്ച് ഒന്നുമില്ലാതെ ഈ ലോകത്തോട് വിട പറഞ്ഞ മഹാരഥനാണ്. പക്ഷേ അവിടുത്തെ സ്വതക്കയല്ല ഈ വലിയ സ്ഥാനം കിട്ടാൻ കാരണം. മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അടങ്ങാത്ത ഖൽബിൽ രൂഢമൂലമായ പ്രണയമാണ്. ഹബീബായ തങ്ങളോടുള്ള അടങ്ങാത്ത മഹബ്ബത്താണ്. ഖൽബിൽ വല്ലാത്ത അതുല്യമായ സ്നേഹമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖ് തങ്ങൾക്കുള്ളത് അടങ്ങാത്ത സ്നേഹത്തിന്റെ പകരം അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയ പവറാണ് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അത് മഹാന്മാർ നമ്മോട് പഠിപ്പിക്കുകയാണ്. ഏത് രൂപത്തിലാണ് സ്വഹാബികൾ ഹബീബായ തങ്ങളെ കണ്ടത് എന്നറിഞ്ഞാൽ ആ മാർഗത്തിലേക്ക് നാം പോകേണ്ടതുണ്ട്. ഹുദൈബിയ സന്ധിയുടെ വേളയില് ശത്രുപാളയത്തിൽ നിന്നൊരു ദൂതനായി മുസ്ലിം പക്ഷത്തേക്ക് വന്ന ഉർവത്ത് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അതേ ഉർവത്ത് ബിൻ സുഫിയാൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഉർവത്ത് വരുന്നു മുസ്ലിം പക്ഷത്തിന്റെ അടുത്തേക്ക്. എന്തിനു വേണ്ടിയാണ്? സന്ധിക്ക് വേണ്ടിയാണ്, കരാറിന് വേണ്ടിയാണ്, ചർച്ചയ്ക്ക് വേണ്ടിയാണ്. എന്നിട്ടോ ഒരു ദൂതനായി ശത്രുപാളയത്തിൽ നിന്ന് അയക്കപ്പെട്ട വ്യക്തിയാണ് ഉർവത്ത് എന്ന് പറയുന്ന മനുഷ്യൻ. സുബ്ഹാനല്ലാഹ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു, തങ്ങളുമായി സംസാരിച്ചു. തിരിച്ചവരെ പാളയത്തിലേക്ക് തിരിച്ചു പോയിട്ട് അവന്റെ അനുയായികളുടെ അടുക്കലേക്ക് പോയിട്ട് പറയാണ്, അയ്യഖൂം വല്ലാഹി ലഖദ് വഫത്തു അലൽ മുലൂക്, ഒരുപാട് രാജാക്കന്മാരെ ദൂതനായിട്ട് ഞാൻ പോയിട്ടുണ്ട്, ഒരുപാട് രാജാക്കന്മാരുടെ അടുത്തേക്ക് അതിഥിയായി പോയിട്ടുണ്ട്, സംസാരിക്കുന്ന മധ്യസ്ഥനായി പോയിട്ടുണ്ട്. അലാ കൈസർ വ കിസ്റ വ നജ്ജാശി, കൈസർ രാജാക്കന്മാരുടെ അടുക്കലേക്ക് ഞാൻ പോയിട്ടുണ്ട്, നജ്ജാശി രാജകുടുംബത്തിലേക്ക് ഞാൻ പോയിട്ടുണ്ട്, കിസ്റ രാജാക്കന്മാരുടെ അടുക്കലേക്ക് ഞാൻ പോയിട്ടുണ്ട്. വല്ലാഹി ഇൻ റഅയ്തു മലികൻ ഖത്തു, ഇതുപോലെയുള്ളൊരു രാജാവിനെ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല.
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഹബീബായ തങ്ങളെ മഹത്വം പറയാനല്ല ഉർവത്ത് വന്നത്, ഹബീബായ തങ്ങളെ മഹത്വം മനസ്സിലാക്കാനല്ല ഉർവത്ത് വന്നത്. രണ്ടു വിഭാഗത്തിന്റെയും ഇടയിൽ സംസാരിച്ച് കാര്യം തീർപ്പാക്കാനുള്ള ഒരു സന്ധി കരാറിന് വേണ്ടിയാണ് വന്നത്. എന്നാൽ വന്ന് തിരിച്ചുപോയി അനുയായികളോട് പറഞ്ഞത്, ഇതുപോലെയുള്ള ഒരു രാജാവിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വല്ലാഹി അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇൻ തനഖം നുഖാമാ, കഫം തുപ്പിയാൽ തുപ്പണമെന്ന് വിചാരിച്ചൊരു ഭാഗത്തേക്ക് മുഖം തിരിച്ച് തുപ്പാൻ വേണ്ടി ശ്രമിച്ചാൽ അവിടുത്തെ വായത്തുമ്പികളിൽ നിന്ന് വായിൽ നിന്ന് നിർഗളിക്കുന്ന ഉമിനീര് ഭൂമിയിലേക്ക് പതിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു കരങ്ങളിൽ ഭദ്രമായിട്ടുണ്ടാകും. അത്രമാത്രം ബഹുമാനത്തോടെ അതേ കാർക്കിച്ച് തുപ്പാൻ, മുഖം തിരിച്ച് കാർക്കിച്ച് തുപ്പാൻ വേണ്ടി ശ്രമിക്കുമ്പോ നൂറുകണക്കിന് കൈകളാണ് ആ ഭാഗത്തേക്ക് നീണ്ടു പോകുന്നത്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതുല്യമായ പ്രണയത്തിന്റെ, അവർണ്ണനീയമായ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളങ്ങളാണ് സ്വഹാബികളിലൂടെ നാം കാണുന്നത്. എന്നിട്ട് അവര് പറയാണ്, വഇദാ അമറഹും ഇബ്തദറു അംറഹു, ഒരു കാര്യം മുഹമ്മദ് കൽപ്പിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ദൂതനായി വന്നയാള് തിരിച്ചുപോയി ശത്രുക്കളോട് പറയുകയാണ്, ഒരു കാര്യം മുഹമ്മദ് കൽപ്പിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് ഞൊടിയിട കൊണ്ട് കാര്യം പൂർത്തീകരിക്കുകയാണ്. എന്തു പറയുന്നോ അപ്പടി അനുസരിക്കുകയാണ്. മുഹമ്മദ് വുളു എടുത്താൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാദൂ യഖ്തതിലൂന അലാ വുളുഇഹി, വുളുഇന്റെ ബാക്കി വെള്ളം കിട്ടാൻ ആ അനുയായികൾ യുദ്ധസമാനമായ പോരാട്ടത്തിലാണ്. വഇദാ തകല്ലമാ, ഹബീബായ തങ്ങൾ സംസാരിക്കുമ്പോ ഭവ്യതയോടെ വിനയത്തോടെ നിശബ്ദരായി ഹബീബായ തങ്ങളെ സംസാരം സാഗൂതം സശ്രദ്ധം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഉർവത്ത് പറയുകയാണ്, മുഹമ്മദിന്റെ അനുയായികൾക്ക് കൊണ്ട് അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും സാധിക്കാത്തത്ര അതുല്യമായ ബഹുമാനത്തിന്റെ ഉടമകളാണ് അവിടുത്തെ അനുയായികള്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുത്തെ അനുയായികള് സ്നേഹിക്കുന്ന രൂപം കണ്ട് അത്ഭുതപ്പെട്ടുകൊണ്ടാണ് ഉർവത്ത് തിരിച്ചു പോയി ശത്രുക്കളോട് പറയുന്നത്, ഈ മുഹമ്മദിനെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എതിർക്കുന്നത്? ഈ മുഹമ്മദിനെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആക്രമിക്കാൻ ഒരുങ്ങുന്നത്? കഷ്ടം തന്നെ. അത്രമാത്രം മഹബ്ബത്ത് കൊണ്ട്, ആദരവ് കൊണ്ട്, ബഹുമാനം കൊണ്ട് ഖൽബിലേക്ക് ഇറക്കി വെച്ചൊരു നേതൃത്വമാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ, മുഹമ്മദിന്റെ അനുയായികൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും പേടിയോടെ തല താഴ്ത്തിയിട്ടിരിക്കുകയാ. ഈമാനിന്റെ അടയാളമാ, മഹബ്ബത്തിന്റെ വലിയ വലിയ ഉദാഹരണങ്ങളാണ്. നമ്മുടെ തൊട്ടടുത്ത് മറവിട്ട് കിടക്കുന്ന മഹാനരായ താജ് ശരീഅ എത്ര ഉംറ നിർവഹിച്ചവരാ, എത്ര ഹജ്ജ് കർമ്മം നിർവഹിച്ചവരാ. അവിടുന്ന് പറഞ്ഞില്ലേ, മദീനയിൽ ധാരാളം തവണ പോയിട്ടുണ്ട്, പച്ചക്കുബ്ബ നേരെ കണ്ടില്ല. തല ഉയർത്തിയിട്ട് പച്ചക്കുബ്ബ നോക്കി നിൽക്കാൻ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട്, ആദരവ് കൊണ്ട് തല ഉയർത്താൻ പോലും സാധിക്കാത്ത ആ വലിയ മഹബ്ബത്തിന്റെ, ആ വലിയ നേതൃത്വത്തിന്റെ അനുയായികളാണ് നാം. അല്ലാഹു അവരെ ദറജ ഉയർത്തട്ടെ.
അവരെ ബറക്കത്ത് കൊണ്ട് നമ്മെ നന്നാക്കുമാറാകട്ടെ. ഇതാണ് മഹബ്ബത്ത്. ഇങ്ങനെയാണ് മഹബ്ബത്ത് വരേണ്ടത്. മഹബ്ബത്തിന് വർണ്ണങ്ങളില്ല, മഹബ്ബത്തിന് രൂപങ്ങളില്ല, മഹബ്ബത്തിന് വരകളില്ല. ഖൽബിലുണ്ടാകുന്ന മഹബ്ബത്ത് വ്യത്യസ്തമായ പ്രകടനങ്ങളാണ്. ഹബീബായ തങ്ങളെ സ്വഹാബിയായ അനുചരനായ പ്രിയപ്പെട്ട ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല അൻഹു മദീന വിട്ടുപോയത് മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കൊണ്ടാണ്. അത് മഹബ്ബത്തിന്റെ ഒരു പ്രകടനമാണ്. അതേ സമയത്ത് ഇമാമുൽ അഅ്ലം ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വർഷങ്ങളോളം മദീന വിടാതെ മദീനയിൽ തന്നെ നിന്നത് അത് മഹബ്ബത്ത് കൊണ്ടാണ്. മദീന വിട്ടു ബിലാൽ തങ്ങള് മഹബ്ബത്ത് കൊണ്ട്. മാലിക് തങ്ങൾ മദീനയിൽ തന്നെ നിന്നു, അതും മഹബ്ബത്ത് കൊണ്ട്. മഹബ്ബത്തിന് നിറമില്ല, മഹബ്ബത്തിന് രൂപഭാവങ്ങളില്ല, മഹബ്ബത്തിന്റെ വ്യത്യസ്തമായ പ്രകടനങ്ങളാണ്. ആ പ്രകടനത്തിന്റെ ഒരു അടയാളമാണ് ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് കാണുന്ന ഈ വലിയ മജ്‌ലിസ്. അല്ലാഹു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടങ്ങാത്ത പ്രണയത്തോടെ ഖൽബിൽ കുടിയിരുത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഹബീബ് കാണുമെന്ന പ്രതീക്ഷ വേണം, നല്ല ഉറപ്പ് വേണം കാണുമെന്നത്. കാരണം നാം ഇവിടെ ഇരിക്കുന്ന സമയത്ത് അല്ലെ പാപികളാണ്, ദോഷികളാണ്, എടുത്തു പറയാൻ ഒരു അവലുമില്ലാത്ത സാധുക്കളാണ്. പക്ഷേ ഒന്ന് പറയാ, വിശുദ്ധ റബീഉൽ അവ്വൽ വന്നാൽ അസറിന് ശേഷം 1.5 മണിക്കൂർ തെറ്റില്ലാതെ, ഒരു തെറ്റിന്റെ ചിന്തയില്ല, സിനിമയുടെ നോട്ടമില്ല, അന്യപെണ്ണിലേക്കുള്ള നോട്ടമില്ല, ഹറാമിന്റെ ഒരു പ്രവർത്തനവുമില്ല. ഇവിടെ 1.5 മണിക്കൂർ മുത്തായ തങ്ങളെ മജ്‌ലിസിൽ ഇരിക്കുന്നു, മദ്ഹ് പാടുന്നു. പാപിയാണോ? വല്ലാത്ത തെറ്റിന്റെ ഉടമയാണ്, സാധുവാണ്. പക്ഷേ ഹബീബായ തങ്ങളെ മദ്ഹിനെ ഇഷ്ടം വെച്ചിട്ടുണ്ട്. മദ്ഹിൽ ലയിച്ച് ഈ സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് നടത്തുന്ന ഈ വലിയ പരിപാടിയിൽ സംഘടിച്ചിട്ടുണ്ട്, സംഗമിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്, മദ്ഹിൽ ലയിച്ചിട്ടുണ്ട്, പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്, ആമീൻ പറഞ്ഞിട്ടുണ്ട്. ഒരു മാസത്തെ നിന്റെ അമലുകൾ തൂക്കി നോക്കുമ്പോ ഈ മദ്ഹിന്റെ അമലിന്റെ ഭാരം വലുത് തന്നെ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മഹബ്ബത്ത് വേണം നമ്മുടെ ഖൽബില്. മഹബ്ബത്തിന്റെ അളവ് എത്രയാണ്? മഹബ്ബത്തിന്റെ അളവ് എത്രയാണ്? വിശുദ്ധമായ ഇസ്ലാമില് എല്ലാത്തിനും കൃത്യമായ അളവുകൾ കാണാം. 4 റക്അത്താണ്, 5 ആയിക്കൂടാ. മഗ്രിബ് 4 ആയിക്കൂടാ, 3 റക്അത്താണ്. ഹജ്ജിന്റെ കൃത്യമായ ദിവസങ്ങളും കൃത്യമായ കണക്കുകളും എല്ലാം കൃത്യം, ഏകദേശ കണക്കല്ല. ഉംറയുടെ കാര്യങ്ങൾ, നോമ്പിന്റെ കാര്യങ്ങൾ, സക്കാത്തിന്റെ കാര്യങ്ങൾ, ഇങ്ങനെ ഇസ്ലാം പറയുന്ന ഏത് കാര്യം നോക്കിയാലും കൃത്യമാണ്, കൃത്യമാണ്. പക്ഷേ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹിനെ കൃത്യം പറഞ്ഞിട്ടില്ല ഇസ്ലാം. അവിടുത്തെ സ്വലാത്തിന് കൃത്യം പറഞ്ഞിട്ടില്ല ഇസ്ലാം. പറയാൻ കഴിയില്ല മുഹിബ്ബീങ്ങൾക്ക്. കാരണം അതിരുകളില്ലാത്ത, എണ്ണമില്ലാത്ത, എത്രയോ വലിയ ഒരാൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത മഹബ്ബത്താണ് വേണ്ടത് മുത്തുനബിയോട്. അങ്ങനെ മഹബ്ബത്ത് ഉള്ളത് കൊണ്ടാണ് മഹാന്മാർ രക്ഷപ്പെട്ടത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ സിദ്ദീഖുകളെ കുറിച്ച്. സിദ്ദീഖുകൾക്ക് ആ വലിയ സ്ഥാനം കിട്ടിയത് എന്തുകൊണ്ടാണ്? സുബ്ഹാനല്ലാഹ്, ഖൽബിൽ മുത്തുനബി ഹബീബ മുതൽ സിദ്ദീഖുകളെ മുതൽ ഉപകാരപ്പെട്ടതുപോലെ വേറെ ഒരാളുടെ മുതലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്, എനിക്ക് ഉപകാരപ്പെട്ടിട്ടില്ല. സിദ്ദീഖിന്റെ മുതൽ ഉപയോഗിച്ചതുപോലെ വേറെ ഒരാളുടെ മുതലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. സ്വഹാബത്തിന്റെ മുന്നില്, സിദ്ദീഖ് തങ്ങളുടെ സാന്നിധ്യത്തില് ഹബീബായ തങ്ങൾ ഇങ്ങനെ പറയുമ്പോ അത്ഭുതത്തോടെ സിദ്ദീഖ് തങ്ങളുടെ മുഖത്തേക്ക് സ്വഹാബികൾ നോക്കുമ്പോ ആ
കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണുനീരാണ്. അഭിമാനിക്കേണ്ട വർത്തമാനമല്ലേ ലോക നേതാവ് പറഞ്ഞത്? അവിടുത്തെ അംഗീകാര പത്രമല്ലേ കേട്ടത്? പിന്നെ എന്തിന് കരയണം? അപ്പോഴാണ് സിദ്ദീഖ് തങ്ങൾ കരഞ്ഞുകൊണ്ട് വാചാലനാവുന്നത്, നബിയേ, എന്റെ സ്വത്ത് സിദ്ദീഖിന്റെ സ്വത്ത് എന്ന് രണ്ടുണ്ടോ തങ്ങളെ? എന്റെ സ്വത്ത് അങ്ങയുടേതല്ലേ? എന്റെ ശരീരം അങ്ങയുടേതല്ലേ? എന്റെ എല്ലാം അങ്ങേക്ക് വേണ്ടിയല്ല നബിയേ. എന്റെ സ്വത്ത് വേറെ, അങ്ങയുടെ സ്വത്ത് വേറെ, അങ്ങനെ രണ്ടുണ്ടോ തങ്ങളെ? എന്റെ കണക്കിലില്ല നബിയേ. എന്റെ എന്തുണ്ടോ അത് മുഴുവനും തങ്ങളുടേതാണ്, ഞാൻ തന്നെ അങ്ങേക്കുള്ളതാണ്. ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ്. വാക്കുകളെ കൊണ്ട് പ്രഖ്യാപനങ്ങളെ കൊണ്ട് മാത്രം ഒതുങ്ങുന്നതല്ല മഹാരഥന്മാരുടെ മഹബ്ബത്ത്. അർത്ഥവത്തായ ജീവിതത്തിലെ വ്യക്തമായ അടയാളങ്ങളായി പിന്തുണമറക്കാർക്ക് പഠിക്കാൻ ഉതകുന്ന രൂപത്തിൽ കാണുന്ന അടയാളങ്ങളാണ് മഹാരഥന്മാരുടെ മഹബ്ബത്ത്. അല്ലാഹു നമ്മെ നന്നാക്കുമാറാകട്ടെ. ആ മഹബ്ബത്ത് നമുക്ക് വേണം. മഹബ്ബത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പരിധിയില്ലാതെ സ്നേഹിക്കലാണ്. സ്വയം ഇല്ലാതായി പോവുകയാണ്. ഞാൻ തന്നെ ഹബീബിലേക്ക് ലയിക്കുകയാണ്. ആശിഖും മാശൂഖും തമ്മിൽ ലയിക്കുമ്പോ വേർതിരിച്ചെടുക്കാൻ പറ്റാത്ത ലയനമാണ്. ഈ പന്തലിൽ ഇവിടെ 2 ലൈറ്റ് കാണുന്നുണ്ട്, ഇപ്പുറം ബാധേ 2 ലൈറ്റ് ഉണ്ട്. ഒന്ന് ചോദിച്ചോട്ടെ എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട്, ഇത് പറയുമ്പോ പറയാൻ അർഹത ഉണ്ടായിട്ടല്ല. ഈ ഒരു വലിയ മജ്‌ലിസിൽ പങ്കെടുക്കുക എന്നുള്ളത്, ഈ ഒരു വലിയ മജ്‌ലിസിൽ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളത് സാന്നിധ്യമുള്ള ആളുകളുടെ ബറക്കത്താണ്. ഈ മജ്‌ലിസിന്റെ പ്രത്യേകത ഒന്ന് തങ്ങൾ തന്നെയാണ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. രണ്ടാമത്തത് ഇൽമിന്റെ പ്രഭ പരത്തുന്ന സ്ഥാപനത്തിന്റെ തിരുമുറ്റത്ത് നടത്തുന്ന നിരന്തരമായി മാലാഖമാരിറങ്ങി വരുന്ന സുന്ദരമായ അന്തരീക്ഷത്തിൽ നടത്തുന്ന മദ്ഹാണ്. മറ്റൊന്ന് ഇൽമു നുകരുന്ന പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളുള്ള മജ്‌ലിസാണ്. അവർക്ക് ഇൽമിന്റെ അക്ഷരഖനികൾ നിറച്ചു കൊടുക്കുന്ന ഉസ്താദുമാരുള്ള സമ്പന്നമായ മഹബ്ബത്തിന്റെ വേദിയാണ്. ബറക്കത്ത് തന്നെയല്ലേ, ഖബൂലിയത്തിന്റെ അടയാളമല്ലേ. അല്ലാഹു നമ്മെ നന്നാക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത്, ആശിഖും മാശൂഖും തമ്മിൽ ലയിക്കുമ്പോ വേർതിരിക്കാൻ പറ്റാത്ത ലയനമാണ്. ഈ 4 പ്രകാശം ഈ പന്തലിൽ കാണുന്നു. ചോദിക്കട്ടെ, 4 ലൈറ്റിന്റെ പ്രകാശത്തെ വേർതിരിച്ചെടുക്കാൻ പറ്റുമോ? എന്റെ കയ്യിലിരിക്കുന്നത് ആ ലൈറ്റിന്റെ പ്രകാശമാണ്, ഇപ്പുറം ഇവിടെ ഇരിക്കുന്നത് ഈ ലൈറ്റിന്റെ പ്രകാശമാണ് എന്ന് നമുക്കൊരു ലൈറ്റിന്റെ 2ഉം 3ഉം ലൈറ്റുകളുള്ള റൂമില് ആ കത്തിക്കൊണ്ടിരിക്കുന്ന ലൈറ്റിൽ നിന്ന് വ്യത്യസ്തമായ ലൈറ്റിൽ നിന്ന് വരക്കുന്ന പ്രകാശമാണ്. അത് ഇന്ന ലൈറ്റിന്റെ ഇന്ന പ്രകാശമുണ്ട്, വേർതിരിച്ചെടുക്കാൻ പറ്റൂല. കാരണം അത്രമാത്രം ലയനമാണ്. ആശിഖും മാശൂഖും ആ ലയനത്തിലേക്കാണ് വരേണ്ടത്. അങ്ങനെയാണ് സ്വഹാബികൾ വന്നത്. അതുകൊണ്ടാണ് സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്, തങ്ങളെ എന്റേതൊരു സ്വത്ത്, തങ്ങളെ ഒരു സ്വത്ത് എന്നൊന്നില്ല തങ്ങള്, എന്റേത് മുഴുവനും അങ്ങയുടേതാണ് തങ്ങളെ. ഇസ്രാ മിഅ്റാജിന്റെ വേള കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഹബീബായ തങ്ങൾ പറഞ്ഞല്ലോ സഹാബികളോട്, സ്വർഗീയ ലോകത്തൊരു മണിമാളിക ഞാൻ കണ്ടോ, അത് ആരുടേതാണെന്ന് ചോദിച്ചപ്പോ എന്നോട് പറയപ്പെട്ടത് അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ആ മണിമാളികയാണ്, ആ അള്ളാഹു സംവിധാനിച്ച മന്ദിരമാണ് അവിടെയുള്ളത് എന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ പറയാം, ഞാൻ ഡോർ തുറക്കാൻ വേണ്ടി നോക്കി, തുറന്നില്ല. ഉമർ കർക്കശക്കാരനല്ലേ എന്ന് തോന്നി വന്നു. ഞാൻ തുറന്നില്ല, ഞാൻ തിരിച്ചു വന്നു. സദസ്സിൽ നിന്ന് കരച്ചിൽ വന്നല്ലോ. ധീരനായ
മെലിഞ്ഞു മെലിഞ്ഞു വരികയാണ്, ശരീരം ക്ഷീണിക്കുകയാണ്. ചോദിക്കുമ്പോ ഹബീബായ തങ്ങളോട് പറഞ്ഞത്, നബിയേ, അങ്ങയോട് വല്ലാത്ത മഹബ്ബത്താണ്. മഹബ്ബത്ത് കൊണ്ട് അങ്ങയുടെ സാമീപ്യം തന്നെ ആഗ്രഹിക്കുകയാണ്. അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും എപ്പോഴും ഉണ്ടാകണമെന്ന് കൊതിക്കുകയാണ്. അങ്ങയുടെ മനോഹരമായ മന്ദസ്മിതം തൂങ്ങുന്ന പുഞ്ചിരിയുടെ അടയാളമായ പ്രഭ പരത്തുന്ന മുഖം കാണാൻ എന്തു രസമാണ്. ഇവിടെ നിന്ന് ഞാൻ പോയാൽ തിരിച്ചു വരാൻ എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ്. പോയാൽ എനിക്ക് ടെൻഷനാണ്, വീട്ടിലെത്തിയാൽ എനിക്ക് ബേജാറാണ്. തങ്ങളെ കാണാതെ സ്വസ്ഥത കിട്ടുന്നില്ല. അങ്ങനെ ടെൻഷനായി ശരീരം ശോഷിച്ചു തുടങ്ങിയ സഹാബിയാണ്. ഈ രൂപത്തിലാണ് മഹബ്ബത്ത് ഉണ്ടാകുന്നത്. ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ചറിയില്ലേ? ത്വൽഹത്ത് റളിയല്ലാഹു തആല അൻഹു ഇതുപോലെ സ്നേഹം പ്രകടിപ്പിച്ച മഹാനാണ്. ഒരിക്കൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, നബിയേ, എൻ്റെ ഖൽബിൽ വല്ലാത്ത മഹബ്ബത്ത് അങ്ങയോടുണ്ട്. അടങ്ങിയിരിക്കാൻ പറ്റാത്ത രൂപത്തില്, എനിക്ക് നിയന്ത്രണം കിട്ടാത്ത രൂപത്തില്, എൻ്റെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന രൂപത്തില് അങ്ങയോട് എനിക്ക് മഹബ്ബത്തുണ്ട് നബിയേ എന്ന് ആത്മാർത്ഥമായി പറഞ്ഞപ്പോ മുഹമ്മദുർ റസൂലുള്ളാഹി അലൈഹി വസല്ലം അതങ്ങോട് ചോദിക്കാണ് തമാശ കലർന്ന രൂപത്തില്, ത്വൽഹാ, അത്രമാത്രം നിനക്കെന്നോട് സ്നേഹമുണ്ടോ? അത്രമാത്രം നിനക്കെന്നോട് സ്നേഹമുണ്ടോ? എങ്കിൽ മുശ്രിക്കായ നിന്റെ ബാപ്പയുടെ തല എനിക്ക് കൊണ്ടുവരുമോ? ഹബീബായ തങ്ങളെ ചോദ്യമാണ്. ചോദ്യം ചോദിക്കേണ്ട താമസം ഹബീബായ തങ്ങൾ അടുക്കലിൽ നിന്നൊരു ഓട്ടം ഓടുകയാണ്. എവിടേക്കാണ് ത്വൽഹ ഓടുന്നത്? റളിയല്ലാഹു അൻഹു. എന്റെ ഹബീബ് പറഞ്ഞത് മുശ്രിക്കായ ബാപ്പയുടെ തലയൊത്ത മുത്തുനബിയുടെ അടുത്ത് കൊണ്ട് കാണിക്ക വെക്കാനാണ്. തിരിച്ചു വിളിക്കുന്നു, യാ ത്വൽഹ, നീ എന്താ വിചാരിച്ചത്? കുടുംബബന്ധം മുറിക്കാൻ വേണ്ടിയല്ല ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ബാപ്പയെയും മകനെയും വേർതിരിക്കാനല്ല ഞാൻ അയക്കപ്പെട്ടത്. ഒന്ന് പരീക്ഷാടിസ്ഥാനത്തിൽ പറഞ്ഞതാണ്. അതേ, മഹാനരായ ത്വൽഹത്ത് റളിയല്ലാഹു അൻഹു കരയുകയാണ്. ആ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ വേളയിൽ ഒരു സംഭവം അത് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. രോഗശയ്യയിലാണ്, മരണാസന്നമായ രോഗത്തിലാണ്. കാണാൻ വരുന്നു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തളർന്ന് കിടക്കുകയാണ്, ഉറങ്ങിപ്പോയതാണ്. തങ്ങളെത്തുമ്പോ ത്വൽഹ തങ്ങൾ ഉറങ്ങിപ്പോയി. വീട്ടുകാര് ചോദിച്ചു, വിളിക്കട്ടെ നബിയെ, ഉണർത്തട്ടെ? അത് ത്വൽഹത്തിന് വല്ലാത്ത സന്തോഷമാകും. വേണ്ട, തളർന്ന് കിടക്കുകയാണ്, വിളിക്കണ്ട, ത്വൽഹ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ത്വൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് തങ്ങളങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. അടുത്തുനിന്ന് മുഖത്തേക്ക് കണ്ണെടുക്കാതെ നോക്കിയിട്ട് തങ്ങൾ പറയാണ്, വീട്ടുകാരോട് പറയാണ്, ഇത് ത്വൽഹത്തിന്റെ അവസാനത്തെ ദിവസമാണ്, ഇത് ത്വൽഹത്തിന്റെ അവസാനത്തെ രാത്രിയാണ്, ഇത് ത്വൽഹത്ത് വഫാത്താകുന്ന രാത്രിയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ത്വൽഹത്ത് തങ്ങൾ അങ്ങനെ പറയുമ്പോ, എന്നിട്ട് ഹബീബായ തങ്ങൾ പറയാണ് വീട്ടുകാരോട്, ത്വൽഹത്ത് ഇടക്കൊന്ന് ഉണർന്നാൽ, ഉറക്കിൽ നിന്ന് ഉണർന്നാൽ എന്നെ വിവരമറിയിക്കണം. ഒരാൾ അങ്ങോട്ട് വരണം, എന്നോട് വിവരമറിയിക്കണം. ആ സമയം ഞാൻ വരാം, ത്വൽഹത്തിനോട് സംസാരിക്കാം. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങൾ മടങ്ങിപ്പോകുന്നു. രാവിലെ വിവരം കിട്ടി, ത്വൽഹത്ത് വഫാത്തായി.
പറയാൻ വന്ന ആളോട് ഹബീബായ തങ്ങൾ ചോദിച്ചു, എന്തേ ത്വൽഹത്ത് ഉണർന്നില്ലേ? എന്റെ ത്വൽഹത്ത് രാത്രിയിൽ ഉണർന്നില്ലേ? ഹബീബായ തങ്ങളോട് അയാൾ പറയാണ്, ഉണർന്നിട്ടുണ്ട് നബിയെ, ഉറക്കിൽ നിന്ന് ഉണർന്നിട്ടുണ്ട്. ഉണർന്ന ഉടനെ അസാറനി റസൂലുള്ളാഹ്, എന്നെ മുത്തുനബി സന്ദർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നബിയെ. ഉണ്ടെന്ന് പറഞ്ഞപ്പോ കരഞ്ഞു നബിയെ. ഞങ്ങൾ പറഞ്ഞു, ത്വൽഹ നീ ഉണർന്നാൽ മുത്തുനബി അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഹബീബ് വരുമെന്ന് അറിയിച്ചിട്ടുണ്ട്, വിവരം അറിയിക്കാലോ. ഹബീബായ തങ്ങളോട് അടങ്ങാത്ത മഹബ്ബത്തല്ലേ, അവർണ്ണനീയമായ പ്രണയത്തിന്റെ മകുടോദാഹരണങ്ങളല്ലേ. ത്വൽഹത് തങ്ങൾ പറയാണ്, വേണ്ട വേണ്ട, ഈ രാത്രിയുടെ കൂരിരുട്ടില് ഹബീബായ തങ്ങൾ വരേണ്ടതില്ല. ഞാനിവിടെ വഫാത്താവുകയാണ്, എൻ്റെ അവന്റെ നിമിഷമാണ്, മരണത്തിലേക്ക് കീഴടങ്ങുകയാണ്. പക്ഷേ ഈ രാത്രിയുടെ കൂരിരുട്ടിൽ ഹബീബായ തങ്ങൾ എൻ്റെ അടുത്ത് വന്നാൽ, ഇന്നി അഖാഫു അലൈഹിൽ യഹൂദ്, ശത്രുക്കളെ ഭാഗത്തു നിന്നുള്ള ആക്രമണം എൻ്റെ ഹബീബിന് നേരെ വന്നാൽ, വല്ല ജന്തുക്കളുടെയോ വല്ല മൃഗങ്ങളുടെയോ എന്തെങ്കിലും ഒരു പ്രയാസം എൻ്റെ ഹബീബിന് വന്നാൽ ത്വൽഹത്തിന് സഹിക്കില്ല. രാത്രിയിൽ ഹബീബിനെ വിളിക്കണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുകയാണ്. ഇത് കേട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒറ്റ ദുആയാണ്, യാ റബ്ബ് യാ അല്ലാഹ്, എന്റെ ത്വൽഹത്തിനെ നീ സ്വീകരിക്കണേ റബ്ബേ. അവർക്കത് മതിയല്ലോ, അവർക്കത് ധാരാളമല്ലോ, അവർക്ക് പറയാൻ മഹബ്ബത്തുണ്ട്, അവർക്കെടുത്ത് പറയാൻ മുത്തുനബിയോടുള്ള അടങ്ങാത്ത മഹബ്ബത്തുണ്ട്. പറയുന്ന എനിക്കിവിടെ മഹബ്ബത്ത്, നമുക്കിവിടെ ഖൽബിൽ മഹബ്ബത്തുണ്ടാകാനാണ് നാം ഇവിടെ ഇരിക്കുന്നത്. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, മദ്ഹിന്റെ മജ്ലിസിൽ ഇരുന്നാൽ, മദ്ഹ് അങ്ങനെ പതിവാക്കിയാൽ ഖൽബിൽ മഹബ്ബത്ത് വരുമെന്നത് അതിന്റെ വലിയ ഗുണമാണ്. അതുകൊണ്ട് മഹബ്ബത്തുണ്ടാകണം, അതിന് മദ്ഹിന്റെ മജ്ലിസ് കണ്ടെത്തണം, മദ്ഹിന്റെ മജ്ലിസ് സംഘടിപ്പിക്കണം. ആ ഒരു വലിയ മാതൃകയാണ് ഈ സ്ഥാപനം ഇവിടെ നടത്തുന്നത്. അല്ലാഹു ഈ സ്ഥാപനത്തിന് ഉയർച്ച നൽകട്ടെ, ഇസ്സത്ത് നൽകട്ടെ. ഇനിയും ഉത്തരോത്തരം ഉയർച്ചയിലേക്ക് അല്ലാഹു ഉയർത്തുമാറാകട്ടെ. മദ്ഹിന്റെ ആളുകളാകണം, മദ്ഹിലൂടെ മദീനയിലേക്ക്, മദീനയിൽ വെച്ച് മഹബ്ബത്തിലൂടെ മുത്തുനബിയുടെ ഇങ്ങോട്ട് പരിഗണന കിട്ടുന്നവരിൽ പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സ്ഥാപനത്തിന്റെ സാരഥിയായിരുന്ന ഖുർറത്തുസ് സാദാത്ത്, അല്ലാഹു അവരുടെ ദർജ ഉയർത്തട്ടെ. അവരുടെ തിരുനോട്ടവും മജ്ലിസിലേക്ക് ലഭിക്കുമെന്നത് തീർച്ചയാണ്. ഹബീബായ തങ്ങളെ മദ്ഹ് പറയുന്ന മജ്ലിസ്, അവിടുത്തെ പേരക്കുട്ടിക്ക് സന്തോഷം തന്നെയല്ലേ. ആ പേരക്കുട്ടിയല്ലേ വഫാത്ത് വരെ ഈ സ്ഥാപനത്തിന്റെ സാരഥ്യം വഹിച്ചത്. അവിടുത്തെ തിരുനോട്ടം കിട്ടുമെന്നതിൽ സംശയമില്ലല്ലോ. അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തട്ടെ. ഈ സ്ഥാപനത്തിന്റെ സഹകാരികള്, ഈ സ്ഥാപനത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നവര്, ഈ നാട്ടിലെ വീട്ടുകാരും ഉമ്മമാര് രക്ഷിതാക്കള്, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഇൽമിന് വേണ്ടി സേവനം ചെയ്യുന്ന, അല്ലാഹുവിന്റെ നൂറാകുന്ന ഇൽമിന് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിന് വേണ്ടി സഹകാരികളാകണം. ഈ സ്ഥാപനത്തിന്റെ സഹകാരികളായാൽ അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളാണ് നാം ആകുന്നത്. അല്ലാഹുവിന്റെ ദീനിന്റെ ഖാദിമീങ്ങളായാൽ മഹാന്മാരോടുകൂടെ സ്വർഗമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ലക്ഷ്യവും അത് തന്നെയാണ്. അല്ലാഹു നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. آمين برحمتك يا أرحم الراحمين.
ദുആയിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് യാസീൻ തങ്ങൾ നമുക്ക് സാരവത്തായ മദ്ഹ് പ്രഭാഷണം നടത്തി തന്നു. അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സദസ്സിൽ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. നമ്മുടെ KC റോഡ് റിഫാത്തിന്റെ വാപ്പ 10,000 രൂപ ഇന്ന് ഇവിടത്തേക്ക് എത്തിച്ചു. ഈ മൗലിദിന്റെ മീലാദിന് വേണ്ടി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലാഹു തആല ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എല്ലാ നമ്മുടെ സഹകാരികൾക്കും സ്നേഹികൾക്കും സ്ഥാപനത്തിന്റെ ഗുണകാംക്ഷികൾക്കും വേണ്ടി ദുആ ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആയാണ് നടക്കുകയാണ്. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഈ മജ്ലിസിനെ നീ ഖബൂലാക്കണേ അല്ലാഹ്. നിന്റെ മഹ്ലായ ഫള് കൊണ്ട് നിന്റെ ഹബീബ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖ് കൊണ്ട് ഈ മജ്ലിസിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖതഉകളുണ്ടാവാം, നുഖ്സാനുകളുണ്ടാവാം, പരിഹരിച്ച് കാമിലായ ഖബൂലിയത്ത് നൽകണേ അല്ലാഹ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ തിരുനോട്ടം ഈ മജ്ലിസിലേക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ ഹഖ് കൊണ്ട് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് പാപികളായ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ദോഷങ്ങളും പാപങ്ങളും മാപ്പാക്കി തരണേ അല്ലാഹ്. മാപ്പാക്കി തരണേ അല്ലാഹ്. വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബുകളെ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഈമാനും തഖ്വയും ജാസ്തിയാക്കണേ അല്ലാഹ്. രണ്ട് ലോകത്തും വിജയം നൽകണേ അല്ലാഹ്. രണ്ട് ലോകത്തും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുമായി ബന്ധമുള്ളവരിൽ നിന്ന്, വേണ്ടപ്പെട്ടവരിൽ നിന്ന്, ദുആ കൊണ്ട് കടപ്പെട്ടവരിൽ നിന്ന്, ഉസ്താദുമാരിൽ നിന്ന്, ഈ സ്ഥാപനത്തിന്റെ സഹകാരികളിൽ നിന്ന് പലരും മൗത്തായ ഖബറിലാണ്. പ്രത്യേകിച്ച് മഹാനരായ ഖുറാത്തങ്ങളടക്കം അവരെ ഖബറുകളിലേക്ക് ഈ മജ്ലിസിന്റെ മിസ്ൽ സവാബിന് നീ എത്തിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കൊണ്ട് ഖബറുകളിൽ അവർക്ക് സന്തോഷം നൽകണേ അല്ലാഹ്. ഈ മജ്ലിസ് കൊണ്ട് ഖബറുകളിൽ അവർക്ക് സലാമത്ത് നൽകണേ അല്ലാഹ്. അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. റഹ്മാനും റഹീമുമായ അല്ലാഹ്, ഈ മജ്ലിസിൽ പങ്കെടുത്തവര്, ആമീൻ പറയുന്നവര്, ഈ സ്ഥാപനത്തിന്റെ സഹകാരികള് എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റാഹത്തും നൽകണേ അല്ലാഹ്. ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. ആഗ്രഹങ്ങളെ സഫലീകരിക്കണേ അല്ലാഹ്. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. മാരക രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. ആഫാത്ത് മുസീബത്തുകളിൽ നിന്ന് കാക്കണേ അല്ലാഹ്. നിന്റെ ത്വാഅത്തിലുള്ള ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. നിന്റെ ദീനിനും ഇൽമിനും ധാരാളം ഖിദ്മ ചെയ്യാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനു വേണ്ടിയുള്ള നല്ല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന് ഉത്തരോത്തരം ഉയർത്തണേ അല്ലാഹ്. അഭിവൃദ്ധിയിലെത്തിക്കണേ അല്ലാഹ്. ഈ സ്ഥാപനത്തിന് വേണ്ടി ഓടി നടക്കുന്ന ഉസ്താദുമാര്, സഹകാരികൾ, ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾ, അവരെ രക്ഷിതാക്കള്, വീട്ടുകാര്, കുടുംബക്കാര്, അതുപോലെ ഈ നാട്ടിലെ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്.
ഖൈർ നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. അവസാനം മരിക്കുന്ന സമയം കാമിലായ ഈമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കന ഉച്ചരിച്ച് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പൂമുഖം കണ്ട് സന്തോഷത്തോടെ വിട പറയാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون.